മന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോഗോസ് ക്വിസ് 2025 ന്യായാധിപന്മാർ 11 മുതൽ 21 വരെയുള്ള അധ്യായങ്ങളാണ് ഈ വർഷത്തെ പഠനഭാഗങ്ങളിലൊന്ന്. അതിൽ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് 11ാം അധ്യായത്തിലെ ചോദ്യങ്ങളാണ്. 1 മുതൽ 40 വരെയുള്ള വാക്യങ്ങളാണ് ഈ അധ്യായത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 2 പാർട്ടായിട്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത്. പാർട്ട് 1-ൽ 1 മുതൽ 20 വരെയും പാർട്ട് 2-ൽ 21 മുതൽ 40 വരെയുമുള്ള വാക്യങ്ങളിലെ ചോദ്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇനി ഈ അധ്യായത്തെ നമുക്ക് പരിചയപ്പെടാം. ന്യായാധിപന്മാർ 11ാം അധ്യായത്തിൽ ജഫ്തായെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ഇതിൽ ജഫ്ത തൻ്റെ ദേശമായ ഗിലായദ് വിട്ടുപോവുകയും ഗിലായദിലെ ശ്രേഷ്ഠന്മാർ ജഫ്തായെ അമോന്യരോടുള്ള യുദ്ധത്തിൽ തങ്ങളെ നയിക്കാനായി തിരികെ കൂട്ടിക്കൊണ്ടുവരികയും അവരുടെ നേതാവാക്കുകയും ചെയ്തു. അങ്ങനെ അമോന്യരായിട്ടുള്ള യുദ്ധത്തിൽ കർത്താവിൻ്റെ ആത്മാവ് അവനിൽ ആവസിച്ച് യുദ്ധത്തിൽ ജയിക്കുന്നതായിട്ടാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ചോദ്യം 1. ജഫ്തായുടെ ദേശം ഏതാണ്? ഉത്തരം ഗിലായദ്. ചോദ്യം 2. ഗിലായദിലെ ശക്തനായ സേനാനി ആരായിരുന്നു? ഉത്തരം ജഫ്ത. ചോദ്യം 3. ഗിലായദുകാരനായ ജഫ്ത ശക്തനായ ആരായിരുന്നു? ഉത്തരം സേനാനിയായിരുന്നു. ചോദ്യം 4. പൂരിപ്പിക്കുക. പക്ഷേ അവൻ ഡാഷ് പുത്രനായിരുന്നു. ഉത്തരം വേശ്യാപുത്രൻ. ചോദ്യം 5. ജഫ്തായുടെ പിതാവ് ആര്? ഉത്തരം ഗിലായദ്. ചോദ്യം 6. ഒരേ സമയം ഒരു വ്യക്തിയുടെ പേരും ഒരു ദേശത്തിൻ്റെ പേരും പരാമർശിക്കുന്ന വാക്യവും പേരും എന്ത്? ഉത്തരം വാക്യം ന്യായാധിപൻ 11:1. പേര് ഗിലായദ്. ചോദ്യം 7. പൂരിപ്പിക്കുക. ഗിലായദിന് സ്വഭാര്യയിലും ഡാഷ് ഉണ്ടായിരുന്നു. ഉത്തരം പുത്രന്മാർ. ചോദ്യം 8. ഗിലായദിൻ്റെ മറ്റു പുത്രന്മാർ ജഫ്തായെ എന്താണ് ചെയ്തത്? ഉത്തരം പുറന്തള്ളി. ചോദ്യം 9. ഗിലായദിന് സ്വഭാര്യയിലുണ്ടായ പുത്രന്മാർ വളർന്നപ്പോൾ ജഫ്തായെ പുറന്തള്ളിക്കൊണ്ട് പറഞ്ഞത് എന്ത്? ഉത്തരം ഞങ്ങളുടെ പിതാവിൻ്റെ അവകാശം നിനക്ക് ലഭിക്കുവാൻ പാടില്ല, നീ അന്യസ്ത്രീയുടെ മകനാണല്ലോ. ചോദ്യം 10. ഞങ്ങളുടെ പിതാവിൻ്റെ അവകാശം നിനക്ക് ലഭിക്കുവാൻ പാടില്ല, നീ അന്യസ്ത്രീയുടെ മകനാണല്ലോ എന്ന് ആര് ആരോട് പറഞ്ഞു? ഉത്തരം ഗിലായദിന് സ്വഭാര്യയിലുണ്ടായ പുത്രന്മാർ ജഫ്തായോട് പറഞ്ഞു. ചോദ്യം 11. ജഫ്തയെ ഗിലായദിൻ്റെ മറ്റു പുത്രന്മാർ പുറന്തള്ളാനുള്ള കാരണങ്ങൾ എന്താണ്? ഉത്തരം പിതാവിൻ്റെ അവകാശം ലഭിക്കാതിരിക്കാനും അന്യസ്ത്രീയുടെ മകൻ ആയിരുന്നതിനാലും. ചോദ്യം 12. ഞങ്ങളുടെ പിതാവിൻ്റെ അവകാശം നിനക്ക് ലഭിക്കുവാൻ പാടില്ല, നീ അന്യസ്ത്രീയുടെ മകനാണല്ലോ എന്ന് ഗിലായദിൻ്റെ സ്വഭാര്യയിലുള്ള പുത്രന്മാർ പറഞ്ഞപ്പോൾ ജഫ്ത എന്താണ് ചെയ്തത്? ഉത്തരം തൻ്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി തോബ് എന്ന സ്ഥലത്ത് ചെന്ന് താമസിച്ചു. ചോദ്യം 13. തൻ്റെ സഹോദരന്മാർ തന്നെ പുറന്തള്ളിയപ്പോൾ ജഫ്ത എന്താണ് ചെയ്തത്? ഉത്തരം സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി. ചോദ്യം 14. ജഫ്ത തൻ്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി എവിടെയാണ് താമസിച്ചത്? ഉത്തരം തോബ്. ചോദ്യം 15. ആരാണ് ജഫ്തായോട് ചേർന്ന് കൊള്ള ചെയ്ത് നടന്നിരുന്നത്? ഉത്തരം ഒരു നീചസംഘം. ചോദ്യം 16. നീചസംഘം ആരോട് ചേർന്നാണ് കൊള്ള ചെയ്ത് നടന്നിരുന്നത്? ഉത്തരം ജഫ്ത. ചോദ്യം 17. നീചസംഘവും ജഫ്തയും ചേർന്ന് എന്താണ് ചെയ്തിരുന്നത്? ഉത്തരം
കൊള്ള ചെയ്ത് നടന്നിരുന്നു. ചോദ്യം 18. ആ കാലത്ത് ആരാണ് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നത്? ഉത്തരം അമോന്യർ. ചോദ്യം 19. ആ കാലത്ത് അമോന്യർ ആർക്കെതിരെയാണ് യുദ്ധത്തിന് ചെന്നത്? ഉത്തരം ഇസ്രായേലിനെതിരെ. ചോദ്യം 20. ഈ സമയം ജെഫ്ത ഏത് ദേശത്തായിരുന്നു? ഉത്തരം തോബ്. ചോദ്യം 21. തോബിൽ നിന്ന് ജെഫ്തയെ കൂട്ടിക്കൊണ്ടുവരാൻ പോയത് ആര്? ഉത്തരം ഗിലായദിലെ ശ്രേഷ്ഠന്മാർ. ചോദ്യം 22. ഗിലായദിലെ ശ്രേഷ്ഠന്മാർ ആരെയാണ് തോബ് ദേശത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പോയത്? ഉത്തരം ജെഫ്തയെ. ചോദ്യം 23. ഗിലായദിലെ ശ്രേഷ്ഠന്മാർ ജെഫ്തായോട് ആവശ്യപ്പെട്ടത് എന്താണ്? ഉത്തരം അമോന്യരോടുള്ള യുദ്ധത്തിൽ നീ ഞങ്ങളെ സഹായിക്കണം. ചോദ്യം 24. അധ്യായവും വാക്യവും എഴുതുക. അമോന്യരോടുള്ള യുദ്ധത്തിൽ നീ ഞങ്ങളെ നയിക്കണം. ഉത്തരം ന്യായാധിപൻ 11:6. ചോദ്യം 25. ജെഫ്ത ഗിലായദിലെ ശ്രേഷ്ഠന്മാരോട് എത്ര ചോദ്യങ്ങൾ ചോദിച്ചു? ഉത്തരം 2 ചോദ്യങ്ങൾ. ചോദ്യം 26. നിങ്ങൾ എന്നെ വെറുക്കുകയും എൻ്റെ ഡാഷിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തില്ലേ? ഉത്തരം എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന്. ചോദ്യം 27. അപകടത്തിൽപ്പെട്ടപ്പോൾ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നുവോ എന്ന് ചോദിച്ചത് ആരോട്? ഉത്തരം ജെഫ്ത ഗിലായദിലെ ശ്രേഷ്ഠന്മാരോട്. ചോദ്യം 28. എത്ര ആവശ്യങ്ങളാണ് 5:8 പറയുന്നത്? അതായത് ന്യായാധിപൻ 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നത്. ഉത്തരം 2. ചോദ്യം 29. നീ ഞങ്ങളുടെ കൂടെ വന്ന് ആരോട് യുദ്ധം ചെയ്യാനാണ് ആവശ്യപ്പെട്ടത്? ഉത്തരം അമോന്യരോട്. ചോദ്യം 30. ഗിലായദ് നിവാസികളായ ഞങ്ങളെല്ലാവരുടെയും ആര് ആകാനാണ് ശ്രേഷ്ഠന്മാർ ആവശ്യപ്പെട്ടത്? ഉത്തരം നേതാവായിരിക്കാൻ. ചോദ്യം 31. ആരോട് പോരാടാൻ കൊണ്ടുപോകാനാണ് ജെഫ്ത പറയുന്നത്? ഉത്തരം അമോന്യരോട്. ചോദ്യം 32. ആര് അവരെ എനിക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ നേതാവാക്കും എന്നാണ് ജെഫ്ത പറയുന്നത്? ഉത്തരം കർത്താവ്. ചോദ്യം 33. കർത്താവ് ജെഫ്തയ്ക്ക് ആരെയാണ് ഏൽപ്പിച്ചു കൊടുക്കാൻ പറയുന്നത്? ഉത്തരം അമോന്യരെ. ചോദ്യം 34. അമോന്യരോട് പോരാടാൻ കർത്താവ് അവരെ ഏൽപ്പിച്ചു തരികയും ചെയ്താൽ ജെഫ്ത ഗിലായദുകാരുടെ ആരാകാം എന്നാണ് പറയുന്നത്? ഉത്തരം നേതാവ്. ചോദ്യം 35. ശ്രേഷ്ഠന്മാർ പ്രതിവദിച്ചു, കർത്താവ് നമുക്ക് എന്തായിരിക്കട്ടെ? ഉത്തരം സാക്ഷിയായിരിക്കട്ടെ. ചോദ്യം 36. ശ്രേഷ്ഠന്മാർ പ്രതിവചിച്ചു, കർത്താവ് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ, നീ പറയുന്നത് പോലെ ഡാഷ് തീർച്ച. ഉത്തരം ഞങ്ങൾ ചെയ്യും. ചോദ്യം 37. ജെഫ്ത ആരോടുകൂടെ പോയി? ഉത്തരം ഗിലായദിലെ ശ്രേഷ്ഠന്മാരോടുകൂടെ. ചോദ്യം 38. ജനം അവനെ ആരായാണ് സ്വീകരിച്ചത്? ഉത്തരം നേതാവായി. ചോദ്യം 39. എവിടെ വെച്ചാണ് ജെഫ്ത ജനങ്ങളോട് സംസാരിച്ചത്? ഉത്തരം മിസ്പായിൽ. ചോദ്യം 40. മിസ്പായിൽ ആരുടെ മുൻപിൽ വെച്ചാണ്
ജഫ്ത ജനങ്ങളോട് സംസാരിച്ചത്? ഉത്തരം കർത്താവിൻ്റെ. ചോദ്യം 41. മിസ്പായിൽ കർത്താവിൻ്റെ മുൻപിൽ വെച്ച് ജഫ്ത ആരോടാണ് സംസാരിച്ചത്? ഉത്തരം ജനങ്ങളോട്. ചോദ്യം 42. ആരാണ് ദൂതന്മാരെ അമോനി രാജാവിൻ്റെ അടുത്തേക്ക് അയച്ചത്? ഉത്തരം ജഫ്ത. ചോദ്യം 43. ജഫ്ത ആരെയാണ് അമോനി രാജാവിൻ്റെ അടുത്തേക്ക് അയച്ചത്? ഉത്തരം ദൂതന്മാരെ. ചോദ്യം 44. ജഫ്ത ദൂതന്മാരെ അയച്ച് അമോനി രാജാവിനോട് എന്താണ് ചോദിച്ചത്? ഉത്തരം എൻ്റെ ദേശത്തോട് യുദ്ധം ചെയ്യാൻ നിനക്ക് എന്നോട് എന്താണ് വിരോധം? ചോദ്യം 45. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ ഡാഷ് മുതൽ ഡാഷ് വരെയുള്ള എൻ്റെ സ്ഥലം കൈവശപ്പെടുത്തി എന്നാണ് അമോനി രാജാവ് ദൂതന്മാരോട് പറഞ്ഞയച്ചത്? ഉത്തരം അർണോൺ മുതൽ ജാബോക്കും ജോർദാനും വരെ. ചോദ്യം 46. യുദ്ധം കൂടാതെ ഏത് സ്ഥലങ്ങളാണ് തിരികെ കിട്ടണമെന്ന് അമോനി രാജാവ് ജഫ്തയോട് പറഞ്ഞത്? ഉത്തരം അർണോൺ മുതൽ ജബോക്കും ജോർദാനും വരെ. ചോദ്യം 47. അമോനി രാജാവിനോട് ഇസ്രായേൽ ഏത് ദേശങ്ങൾ കൈയടക്കിയിട്ടില്ല എന്നാണ് ജഫ്ത പറഞ്ഞത്? ഉത്തരം മോവാബ്യരുടെയോ അമോന്യരുടെയോ ദേശം. ചോദ്യം 48. ഇസ്രായേൽ ഈജിപ്തിൽ നിന്നും വരും വഴി മരുഭൂമിയിൽ കൂടി ഡാഷ് വരെയും അവിടെ നിന്ന് കാദേശ് വരെയും എത്തി? ഉത്തരം ചെങ്കടൽ വരെയും. ചോദ്യം 49. ഇസ്രായേൽ ജനത്തിന് കടന്നു പോകുവാനായി ഏതൊക്കെ രാജാക്കന്മാരോടാണ് അനുവാദം അപേക്ഷിച്ചത്? ഉത്തരം ഏദോം രാജാവിനോടും മോവാബ് രാജാവിനോടും. ചോദ്യം 50. ആരെയാണ് ഇസ്രായേൽ അനുവാദം ലഭിക്കുന്നതിനായി രാജാക്കന്മാരുടെ അടുത്തേക്ക് അയച്ചത്? ഉത്തരം ദൂതന്മാരെ. ചോദ്യം 51. കടന്നു പോകാൻ അനുവാദം ലഭിക്കാത്തതിനാൽ ഇസ്രായേൽ ജനം എവിടെയാണ് താമസിച്ചത്? ഉത്തരം കാദേശിൽ തന്നെ താമസിച്ചു. ചോദ്യം 52. അവർ ഡാഷ് യാത്ര ചെയ്തു ഏദോമും മൊവാബും ചുറ്റി മൊവാബിനു കിഴക്ക് എത്തി? ഉത്തരം മരുഭൂമിയിലൂടെ. ചോദ്യം 53. അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് എവിടെയെല്ലാം ചുറ്റിയാണ് മൊവാബ് കിഴക്ക് എത്തിയത്? ഉത്തരം ഏദോമും മൊവാബും. ചോദ്യം 54. അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു ഏദോമും മൊവാബും ചുറ്റി എവിടെ എത്തി? ഉത്തരം മൊവാബിൻ്റെ കിഴക്ക്. ചോദ്യം 55. അവർ എവിടെയാണ് താവളം അടിച്ചത്? ഉത്തരം അർണോൻ്റെ മറുകരെ. ചോദ്യം 56. അർണോൻ്റെ മറുകരെ ഇസ്രായേൽ ജനം എന്താണ് ചെയ്തത്? ഉത്തരം അവർ താവളമടിച്ചു. ചോദ്യം 57. അവർ എവിടെയാണ് പ്രവേശിക്കാതിരുന്നത്? ഉത്തരം മൊവാബിൽ. ചോദ്യം 58. മൊവാബിൻ്റെ അതിർത്തി ഏതാണ്? ഉത്തരം അർണോൺ. ചോദ്യം 59. അർണോൺ ഏത് ദേശത്തിൻ്റെ അതിർത്തിയാണ്? ഉത്തരം മൊവാബിൻ്റെ. ചോദ്യം 60. ഹോഷ്ബോണിലെ അമോര്യ രാജാവിൻ്റെ പേര് എന്ത്? ഉത്തരം സീഹോൻ. ചോദ്യം 61. ആരാണ് ഹേഷ്ബോണിലെ അമോര്യ രാജാവായ
സീഹോന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച് നിങ്ങളുടെ ദേശത്തുകൂടി നിങ്ങളുടെ സ്ഥലത്തേക്ക് പോകാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചത്? ഉത്തരം ഇസ്രായേൽ ജനം. ചോദ്യം 62. ഇസ്രായേൽ ജനം ഏത് രാജാവിൻ്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച് നിങ്ങളുടെ ദേശത്തുകൂടി ഞങ്ങളുടെ സ്ഥലത്തേക്ക് പോകാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചത്? ഉത്തരം ഹെഷ്ബോണിലെ അമോര്യ രാജാവായ സീഹോൻ. ചോദ്യം 63. എന്നാൽ തൻ്റെ ദേശത്തുകൂടി ഇസ്രായേലിനെ കടത്തിവിടാൻ സീഹോന് ഡാഷ് വന്നില്ല. ഉത്തരം വിശ്വാസം. ചോദ്യം 64. സീഹോൻ തൻ്റെ ജനങ്ങളെ എല്ലാം ഒന്നിച്ചുകൂട്ടി എവിടെയാണ് താവളമടിച്ച് ഇസ്രായേലിനോട് പൊരുതിയത്? ഉത്തരം യഹാസിൽ താവളമടിച്ച്. ചോദ്യം 65. യഹാസിൽ താവളമടിച്ച് സീഹോനും അവൻ്റെ ജനങ്ങളും ആരോടാണ് പൊരുതിയത്? ഉത്തരം ഇസ്രായേലിനോട്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.